ഏതൊരു ടീമിന്റെയും എവേ ഫാൻ എന്ന രീതിയിൽ ആരും കടന്നു പോകാൻ ആഗ്രഹിക്കാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്. അത് നമ്മൾ ഈ മത്സരം തോറ്റതുകൊണ്ട് മാത്രമല്ല, അതിന് കാരണം ഒരുപാടുണ്ട്. അതിൽ ആദ്യത്തേത് എന്താണെന്ന് ഈ ഒരു ക്ലിപ്പ് കാണുമ്പോൾ ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. ഗൈസ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. പക്ഷേ എന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ ഇത്രയും വൈകിയതെന്ന് ആദ്യം പറയാം. എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലെ പോസ്റ്റ് കണ്ട പോലെ തന്നെ നമ്മൾ അങ്ങ് ബാംഗ്ലൂർ വരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ പോയി. പക്ഷേ ആ ഒരു കളി കണ്ടിട്ട് മനസ്സ് മരവിച്ചാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, എന്നെങ്കിലും നമ്മൾ കന്തിരവ സ്റ്റേഡിയത്തിൽ ജയിച്ചിരിക്കും, ആ ദിവസം ഞാൻ എന്തായാലും അവിടെ ഉണ്ടാവും എന്നൊക്കെ. പക്ഷേ ഈ ഒരു മത്സരത്തിന് ശേഷം എനിക്ക് അങ്ങോട്ട് തിരിച്ചു പോകണമെന്ന് വരെ വലിയ ആഗ്രഹമൊന്നുമില്ല. അത് നമ്മൾ ഈ മത്സരം തോറ്റതുകൊണ്ട് മാത്രമല്ല, അതിന് കാരണം ഒരുപാടുണ്ട്. അതിൽ ആദ്യത്തേത് എന്താണെന്ന് ഈ ഒരു ക്ലിപ്പ് കാണുമ്പോൾ ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. കളി തുടങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ ആർക്കും കയറാൻ പറ്റിയിട്ടില്ല. നമ്മളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇത്രയും ഡിസോർഗനൈസ്ഡ് ആയിട്ട് കളി ഓർഗനൈസ് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർ എന്നെപ്പോലെ വളരെ ഹതഭാഗ്യരായി ഈ കളി കാണാൻ കന്തിരവ സ്റ്റേഡിയം വരെ പോയിരുന്നെങ്കിൽ അവർ ആ സ്റ്റേഡിയത്തിൽ കയറി പറ്റാൻ പെട്ട കഷ്ടപ്പാട് അതൊരു ഒന്നൊന്നര കഷ്ടപ്പാട് തന്നെയായിരുന്നു. ഈ ഒരു മത്സരത്തിന്റെ ടിക്കറ്റും സീറ്റിങ്ങും ഒക്കെ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയിരുന്നു. കഴിഞ്ഞ കൊല്ലം ഈ ഒരു മത്സരം കാണാൻ ഞാൻ പോയത് കൊണ്ട് തന്നെ ആ എവേ സ്റ്റാൻഡ് വളരെ ചെറുതാക്കിയത് പെട്ടെന്ന് നോട്ടീസ് ചെയ്തു. ഗേറ്റ് 11 നിന്നായിരുന്നു ഞങ്ങളുടെ എൻട്രി. പക്ഷെ ഞങ്ങൾ ഗേറ്റിന്റെ മുമ്പ് എത്തിയപ്പോൾ ആ ഗേറ്റ് തുറക്കുന്നേ ഇല്ല. 5 മിനിറ്റ് കഴിഞ്ഞ്, 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റും കഴിഞ്ഞു, എന്നിട്ടും അവിടെ ഒരു അനക്കവും ഇല്ല. ഒടുവിൽ നമ്മളെല്ലാവരും ബഹളമൊക്കെ ഉണ്ടാക്കിയപ്പോഴാണ് ഒരു ചെറിയ അനക്കമെങ്കിലും ഉണ്ടായത്. എന്നിട്ടും അവന്മാർ നമ്മൾ അകത്തേക്ക് കയറ്റിവിട്ടില്ല. ഇൻഫാക്ട് ഞങ്ങൾ സുനിൽ ഛേത്രി അടിച്ച ആദ്യത്തെ ഗോൾ കണ്ടിട്ട് പോലും ഇല്ല. ഇവിടെ നിന്ന് മാച്ച് ഡേ വ്ളോഗൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു പോയ എനിക്ക് ആ തിക്കിന്റെ തിരക്കിന്റെ ഇടയിൽ ഫോൺ പോലും പുറത്തെടുക്കാനായില്ല. പിന്നെ ഗേറ്റ് 11 നിന്ന് അവർ നമ്മളെ ഗേറ്റ് 12 പോകാൻ പറഞ്ഞു. നമ്മൾ കുറച്ചുപേർ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് അതിലും വലിയ മുട. കളി തുടങ്ങിയിട്ട് ഏകദേശം 20 മിനിറ്റ് ആയിട്ടും എന്തുകൊണ്ട് നമ്മളെ ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവരാണെങ്കിൽ ഒടുക്കത്തെ ന്യായീകരണം, നിങ്ങൾ നേരത്തെ വന്നായിരുന്നു, 6 മണിക്കേ വന്നായിരുന്നു, ഈ കുഴപ്പം ഉണ്ടായിരുന്നോ എന്നൊക്കെ. ഈ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഇവിടുന്ന് ജോലിയിൽ നിന്ന് ലീവും എടുത്ത് അവിടെ പോയി ടിക്കറ്റും എടുത്ത് ആ ട്രാഫിക്കും ഒക്കെ താണ്ടി സ്റ്റേഡിയത്തിൽ വരുമ്പോൾ ഇവന്മാരുടെ ഈ പരിപാടി. ഇതൊക്കെ കേട്ട് വട്ടായിട്ടിരിക്കുമ്പോൾ വളരെ ഡീസന്റ് ലുക്കിൽ ഒരു പുള്ളി വന്നിട്ട് ഒരുമാതിരി മറ്റേടത്തെ വർത്താനം. ഈ ഒരു ഗേറ്റിൽ കൂടെ സ്കാൻ ആവുന്ന ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാവരും വീട്ടിൽ പൊക്കോളാം. ഞങ്ങൾ ഇത് കേട്ട് പ്രതിഷേധിച്ചപ്പോഴാണ് എന്നാൽ എല്ലാവരും കയറിക്കോ എന്ന് പറഞ്ഞ പുള്ളി നൈസായിട്ട് എസ്കേപ്പ് ആയത്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ച് കളി തുടങ്ങി ഏകദേശം 22 മിനിറ്റിന് ശേഷമാണ് ഞങ്ങൾ സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ കയറുന്നത്. കളിയുടെ വിശദാംശങ്ങളിലേക്കൊക്കെ വരാം. പക്ഷെ അതിനു മുമ്പ് എനിക്കറിയാനുള്ളത്, ഇവന്മാർക്ക് ഒരു വക പ്ലാനിങ്ങും ഇല്ലേ. എന്തായാലും എല്ലാ വർഷവും ഈ ഒരു ഫിക്സ്ചറിനായി ഒരുപാട് എവേ ഫാൻസ് വരും എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഈ വർഷം നമ്മുടെ ഫാൻസിനുള്ള എൻട്രി ഗേറ്റിന്റെ നമ്പറുകളും കുറച്ചു. ഇതെല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു അനാസ്ഥ ഉണ്ടായത്? ഇവര് പറയുന്ന ന്യായീകരണം ചിലപ്പോൾ ഗേറ്റിന്റെ അവിടെ ഒരുപാട് തിരക്കായി, അതുകൊണ്ടാണ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത് എന്നൊക്കെയാണ്. പക്ഷെ ഈ ഒരു തിരക്ക് ബിൽഡപ്പ് ആവാൻ ഇവർ തന്നെയല്ലേ കാരണക്കാര്. തുടക്കം മുതലേ ആ ഗേറ്റ് ഫ്രീ ആയിട്ട് വിട്ട് അതിലൂടെ ആൾക്കാർക്ക് കടന്നു പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിരുന്നെങ്കിൽ എല്ലാവരും കറക്റ്റ് ടൈമിന് തന്നെ സ്റ്റേഡിയത്തിൽ കയറി കളി കണ്ടേനെ. ഈ ഒരു തിക്കിന്റെയും തിരക്കിന്റെ ഇടയിൽ കുറെ പേരുടെ ക്ഷമ നശിക്കുകയും അവർ ഗേറ്റ് ഒക്കെ ഇടിച്ചു പൊളിച്ച് അകത്ത് കയറുകയും ചെയ്തു. ഇനി സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു കേൾക്കാൻ പോകുന്ന ഒരു നറേറ്റീവിനെ കുറിച്ച് ഞാൻ പറയാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ ഡിസിപ്ലിൻ ഇല്ലായ്മ കൊണ്ട് ആ സ്റ്റേഡിയത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നൊക്കെ. ഏതൊരു ടീമിന്റെയും എവേ ഫാൻ എന്ന രീതിയിൽ ആരും കടന്നു പോകാൻ ആഗ്രഹിക്കാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്. ഇത്രയും പ്രശ്നങ്ങളൊക്കെ താണ്ടി സ്റ്റേഡിയത്തിന്റെ ഉള്ളിലെത്തി 90 മിനിറ്റിൽ 1 മിനിറ്റ് പോലും ഇരിക്കാതെ തൊണ്ടയിലെ വെള്ളം വറ്റി ചാൻഡ് ചെയ്താണ് ഞങ്ങൾ ഈ കളി മൊത്തം നിന്നത്. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇതൊക്കെ എന്തിനായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ് എൻ്റെ മനസ്സിൽ. ഈ ഒരു മത്സരത്തിനായി കന്തിരവ സ്റ്റേഡിയത്തിലേക്ക് പോയ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനിനോടും ഈ ടീം നീതി പുലർത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മത്സരത്തിൽ നമ്മൾ 2 ഗോൾ വഴങ്ങിയിട്ട് തിരിച്ച് 2 ഗോൾ അടിച്ചെങ്കിലും മനസ്സിൽ എനിക്ക് ഉറപ്പായിരുന്നു നമ്മൾ ഈ കളി എന്തായാലും തോക്കുന്നു. കാരണം ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ഈ ഒരു സീസണിൽ തന്നെ നമ്മൾ ഇത് മുന്നേ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു പോയിന്റ്, ഇതിലും കൂടുതൽ ഫാൻസ് എന്ന രീതിയിൽ നമ്മൾ സഹിക്കേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ പല വീഡിയോകളിലും ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്യാറുണ്ട്, ഈ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ നീ ഒരു മണ്ടനാണ്, നീ ഇതുവരെ 10 കൊല്ലമായിട്ടും ഒന്നും പഠിച്ചില്ല എന്നൊക്കെ. അവർക്കെതിരെ എല്ലാം ഞാൻ നല്ല കാര്യമായിട്ട് തന്നെ റിപ്ലൈയും ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട, ഇത് എൻ്റെ ഇഷ്ടമാണ്, ഈ ടീമിനെ ഞാൻ മരണം വരെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ. പക്ഷെ ശരിക്കും ഈ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ് ആ ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് ഞാൻ നടന്നിറങ്ങിയപ്പോൾ അവരെല്ലാവരും പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് എനിക്ക് വല്ലാണ്ട് തോന്നി. ആ ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് കളിയും തോറ്റ് തലയും കുനിച്ചിറങ്ങി നടന്നു വരുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ചുറ്റുമുള്ള ആൾക്കാരുടെ കളിയാക്കലും തെറിവിളികളും ഒക്കെ കേട്ട് ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനും നടന്നു പോകുമ്പോൾ അവൻ്റെ ഉള്ളിലെ ഫീലിംഗ്
വളരെ ശോകമാണ്. എന്തുകൊണ്ട് ഇവിടെ നമുക്ക് ജയിക്കാനാവുന്നില്ല, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്ലേയേഴ്സിൽ ലാക്ക് ചെയ്യുന്നത്? ഒരു കളി ക്ലോസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കളിക്കുള്ള ഒരു മെന്റാലിറ്റി ഇല്ല. ഇതിനു മുമ്പുള്ള നമ്മുടെ ഒരു ടീമുകളും ഇവിടെ ഒരു ജയം നമുക്ക് നൽകിയിട്ടില്ല. പക്ഷേ ഈ ഒരു പെർഫോമൻസ് ഇറ്റ് ഈസ് ജസ്റ്റ് നോട്ട് ഗുഡ് ഇനഫ്. നമ്മൾ വളരെ അഭിമാനത്തോടെ കൊട്ടിഘോഷിക്കുന്ന ഒരു റൈവലറിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബംഗളൂരു FC. പക്ഷേ റിയാലിറ്റി നോക്കുകയാണെങ്കിൽ അവരിവിടെയും നമ്മൾ ഇവിടെയാണ്. പെർഫോമൻസുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു രണ്ട് ടീമുമായിട്ട് ഒരു കമ്പാരിസണേ ഇല്ല. എല്ലാ വർഷവും എന്നെപ്പോലെ ചിലര് ഇവിടുന്ന് വണ്ടിയും പിടിച്ച് അവിടെ പോയി കോമാളികളായി തിരിച്ചു വരുന്നു. ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ പാഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും എന്റെ ചുറ്റുമുള്ള ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോഴും എനിക്ക് കിട്ടുന്നത് ഒരേ ഒരു ഫീഡ്ബാക്ക് ആണ്. എന്തിനാണ് ബ്രോ, മടുത്തു, ഈ മാനേജ്മെന്റ് ഇവര് നമ്മുടെ ക്ലബിനെ കുട്ടിച്ചോറാക്കും. ഇതിൽ ഫാൻസിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്ത് പ്ലാനിംഗ് ആണ് ഈ മാനേജ്മെന്റ് ഈ സീസണിന് വേണ്ടി നടത്തിയിട്ടുള്ളത്? ഈ മാനേജ്മെന്റിന്റെ കഴിവില്ലായ്മയെ ചൂണ്ടിക്കാണിക്കാൻ BFCയിൽ തന്നെ നോക്കിയാൽ മതി. അവരുടെ മാനേജ്മെന്റ് ഈ സീസണിനെ ടാക്കിൾ ചെയ്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ സീസൺ അത്രയും കഷ്ടപ്പാടിൽ ഉണ്ടായിട്ടും അവർ ആ കോച്ചിനെ സാക്ക് ചെയ്യാതെ അയാളെ ബാക്ക് ചെയ്ത് അയാൾക്ക് വേണ്ട സൈനിങ്സ് കൊണ്ടുവന്നു. BFC നടത്തിയ ഈ സൈനിങ്സുകളുടെയൊക്കെ മെയിൻ ഫാക്ടർ എന്താന്ന് വെച്ചാൽ അവർ ബിൽഡ് ചെയ്ത ആ കോറ് അവർ ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്തു. ISLൽ തന്നെ കപ്പടിച്ച് എക്സ്പീരിയൻസ് ഉള്ള കുറെ കളിക്കാരെ അവർ കൊണ്ടുവന്നു. രാഹുൽ ബേക്കെ, ആൽബർട്ടോ നൊഗ്വേറ, ഹോർഹെ പെരേര ഡിയാസ്, ഇവരെല്ലാവരും BFCയിലേക്ക് നൈസായിട്ട് ചേക്കേറി. ആൻഡ് അതിൻ്റെ ഒരു ഇമ്പാക്ട് തീർച്ചയായിട്ടും നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഈ സൈനിങ്സിന് വേണ്ടിയൊന്നും കോമ്പീറ്റ് പോലും ചെയ്യാൻ പറ്റുന്നില്ല? ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി, നമ്മുടെ സ്ക്വാഡിൽ 100% ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ക്വാളിറ്റി സീനിയർ ഇന്ത്യൻ പ്ലെയർ ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഒരു സ്റ്റാർട്ടിംഗ് ലെവനിൽ വെറും 4 ഫോറിനേഴ്സ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്ലെയേഴ്സിന്റെ ക്വാളിറ്റി ഒരു ടീമിന്റെ സക്സസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ നമ്മൾ ഈ സീസൺ എന്ത് അപ്ഗ്രേഡ് ആണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? ശരിക്കും ഇത്രയും വലിയ ഫാൻ സപ്പോർട്ടുള്ള ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്ലബ്സിന്റെ മാനേജ്മെന്റ് ഇത്രയും മോശമായിട്ടൊരു സീസണിന് വേണ്ടി പ്ലാൻ ചെയ്തു എന്നെനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറയാൻ എന്തുകൊണ്ട് ഇത്ര വൈകി? സീസൺ തുടങ്ങിയപ്പോൾ നിങ്ങളുടെയൊക്കെ നാവ് എവിടെയായിരുന്നു എന്നൊക്കെ ചിലർ വന്ന് കമന്റ് ബോക്സിൽ ചോദിക്കും. അവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്. ഈ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എന്താന്ന് പറഞ്ഞാൽ, ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ അയാൾ ഒരു മോശം വ്യക്തിയല്ല, പക്ഷെ അയാളുടെ സിറ്റുവേഷൻ കൊണ്ട് അയാൾ ചിലപ്പോൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളൊരു ഡൗട്ടാണ്. ഒരു ക്ലബ്ബ് നടത്തിക്കൊണ്ടുപോകാൻ അതിൻ്റെതായ ചാലഞ്ചുകളുണ്ട്. നമുക്ക് സ്വന്തമായിട്ടൊരു സ്റ്റേഡിയമോ ട്രെയിനിങ് ഗ്രൗണ്ടോ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു ക്ലബിനുള്ള ഡിസ്ട്രിബ്യൂഷനും വിസിബിലിറ്റിയും ഒക്കെ വളരെ വലുതാണ്. ഏഷ്യയിൽ പോലും പല ക്ലബ്ബുകൾക്കും നമ്മുടെ അത്രയും വിസിബിലിറ്റി പോലും ഇല്ല. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ഇത് പിച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല? ഈ ഒരു ക്ലബിനെ വെറും ഒരു ബിസിനസ്സായി മാത്രം കാണുന്ന ഓണേഴ്സ് ഉള്ളിടത്തോളം കാലം തന്നെ ഈ പെർഫോമൻസുകളൊക്കെ ഇനിയും തുടരും. അതുകൊണ്ട് തന്നെ പ്രതിഷേധിക്കുക തന്നെ ചെയ്യണം. ഈ പ്രതിഷേധത്തിനെ കുറിച്ചൊക്കെ കുറച്ച് ചർച്ചകൾ നടന്നപ്പോൾ ചില ആൾക്കാർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. നമ്മളതൊരിക്കലും പ്ലെയേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യരുത്. ചിലപ്പോൾ ഈ നോവയൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും, ഫാൻസ് കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗിലാണ് അവരൊക്കെ കളിക്കുന്നത് എന്നൊക്കെ. ഇത് തികച്ചും എൻ്റെ ഒപ്പീനിയൻ ആണ്. ചിലർക്ക് ഇത് തെറ്റായിട്ട് തോന്നാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പ്രതിഷേധിക്കുകയാണെങ്കിൽ അത് പ്ലെയേഴ്സ് ഫീൽ ചെയ്യുക തന്നെ വേണം. ഒരു സീസണിൽ 3-4 പെർഫോമൻസ് മാത്രം കാഴ്ചവെച്ച് കയ്യടി മേടിച്ച് പോവാം എന്നുള്ള ഫീലിംഗ് ഒരു പ്ലെയറിലും ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു ക്ലബ്ബും ഫാൻസും ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്ക് ലഭിക്കാത്ത ഒരു ട്രോഫി ഈ കൊല്ലം കിട്ടണം. ഇതിനുവേണ്ടി നിരന്തരം വർക്ക് ചെയ്യാനും ഓരോ ദിവസം ഇംപ്രൂവ് ആവണം എന്നുള്ള മെന്റാലിറ്റി ഉള്ള പ്ലെയേഴ്സ് മാത്രം മതി ഈ ക്ലബ്ബിൽ. പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് ഇവാൻ വുക്കമാനോവിച്ചിനെ തിരിച്ചു കൊണ്ടുവന്നാൽ നമ്മൾ രക്ഷപ്പെടും എന്നൊക്കെ. എനിക്ക് ഇവാൻ ഒരുപാട് റെസ്പെക്ട് ഉണ്ട്. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോകളിൽ പറഞ്ഞ പോലെ അതൊരു സൊല്യൂഷൻ അല്ല. മിക്കായൽ സ്റ്റാറിനെ പറഞ്ഞു വിട്ടത് കൊണ്ട് മാത്രം ഈ ക്ലബിന്റെ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല. എത്ര കോച്ചുമാർ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഇതിൽ ചിലരൊക്കെ വേറെ പല ക്ലബ്ബുകളിൽ വളരെ ഇംപ്രസീവായ പെർഫോമൻസുകൾ കഴിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ഇവർക്ക് ആർക്കും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനായില്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്ന മിക്കായൽ സ്റ്റാർ എന്ത് ചെയ്യാനാണ്? സ്റ്റാർ ഒരു വലിയ ഭീകര കോച്ചാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പുള്ളിയുടെ ഭാഗത്തും വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അപ്പോയിന്റ്മെന്റ് കാണികളുടെ കണ്ണിൽ പൊടിയിടുന്ന പോലത്തെ ഒരു ഐറ്റം ആയിരുന്നു. സ്റ്റാറയുടെ ചില ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ മാനേജ്മെന്റിന്റെ കയ്യിൽ ഒരു കളിപ്പാവനെ പോലെയാണ് പുള്ളിനെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പുള്ളിക്ക് വേണ്ട സൈനിങ്സിനെ പുള്ളിക്ക് കിട്ടിയോ? അറിയില്ല. പുള്ളിക്ക് വേണ്ട ക്വാളിറ്റി ഇന്ത്യൻ കോർ ഈ ടീമിലുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് നമ്മൾ ഇയാളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇയാൾ എന്തെങ്കിലും മാജിക് കാണിച്ച് ടീമിനെ ഫൈനലിൽ എത്തിക്കുന്നു? നമ്മുടെ മാനേജ്മെന്റിന്റെ ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത കൊല്ലം ഹേസസ് ഹിമനേസ് വല്ല മുംബൈ സിറ്റിയിലും പോയി അവിടെ 20 ഗോൾ അടിച്ച് ഗോൾഡൻ ബൂട്ടും കൊണ്ട് പോകും. മുംബൈ സിറ്റിയിലൊക്കെ ഹേസസ് പോയുള്ള അവസ്ഥ അറിയാലോ. പുള്ളിക്ക് ഒരു പണി ഉണ്ടാവില്ല. ബോക്സിൽ നിൽക്കുക, ഗോൾ അടിക്കുക. ബിബിൻ, ചാങ്തെ, ബ്രാൻഡൻ, വാന്നീഫ് ഇവരുടെ എല്ലാവരെയും സപ്ലൈ ഹേസസിലായിരിക്കും. ആൻഡ് ചറപറ ഗോൾ പുള്ളി അടിക്കുകയും ചെയ്യും. ഒഗ്ബെച്ചെ, പെരേര ഡിയാസ് എന്നീ താരങ്ങളൊക്കെ കത്തി നിന്നിട്ടും ഒരു മടിയില്ലാണ്ട് തൂക്കി വിറ്റ മാനേജ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നടന്നാലും എനിക്ക് വലിയ ഷോക്കൊന്നും ആയിരിക്കില്ല.
പ്രതിഷേധത്തിന്റെ ആദ്യഘട്ടം എന്നൊരു രീതിയിൽ മഞ്ഞപ്പട എന്തായാലും ഇനി ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തില്ല എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം തന്നെയാണ്. പക്ഷെ ഇതിൽ മാത്രം ഒതുങ്ങരുത് പ്രതിഷേധം. വെറുതെ സോഷ്യൽ മീഡിയയിൽ ഞാനോ നിങ്ങളോ കുറെ ഒച്ച ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ക്ലബിന്റെ അടി മുതൽ മുടി വരെയുള്ള എല്ലാവന്മാരും ഈ പ്രതിഷേധം അറിയണം. എന്നാലേ എന്തെങ്കിലുമൊക്കെ നടക്കാൻ ഒരു ചെറിയ ഹോപ്പെങ്കിലും ഉള്ളൂ. ഓൾ ഇൻ ഓൾ ഈ ഒരു ദുരനുഭവം കഴിഞ്ഞിട്ട് ഇനി എന്തായാലും കന്തിരവ സ്റ്റേഡിയത്തിലേക്ക് പോകണോ വേണ്ടോ എന്ന് നല്ലോണം ഒന്ന് ദീർഘമായിട്ട് ആലോചിച്ചിട്ടേ തീരുമാനം എടുക്കുന്നുള്ളൂ. ഇതുവരെയുള്ള പോലെ ഫിക്സ്ചർ വരുമ്പോൾ തന്നെ ആ ഡേറ്റ് നോക്കി ലീവ് അപ്ലൈ ചെയ്ത് ടിക്കറ്റും ബുക്ക് ചെയ്ത് പോവാൻ റെഡി ആയിരിക്കുന്ന പരിപാടി ഇനി നിർത്തി. ശരിക്കും സീസണിന്റെ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് എവേ മത്സരങ്ങൾ കാണാൻ പോകണം എന്നൊക്കെ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്തായാലും ടീമിന്റെ പെർഫോമൻസ് നന്നാവാത്തടത്തോളം കാലം അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. എല്ലാ കളിയും നമ്മൾ വീട്ടിൽ ഇരുന്ന് കാണും, സപ്പോർട്ടും ചെയ്യും. വണ്ടി പിടിച്ച് അവിടെ പോയി കോമാളിയാവുന്ന പരിപാടി എന്തായാലും കുറച്ച് കാലത്തേക്ക് നിർത്തുവാണ്. പിന്നെ കളി കഴിഞ്ഞിറങ്ങിയപ്പോൾ BFC ഫാൻസ് ഒരുപാട് പേര് നമ്മൾ അബ്യൂസ് ചെയ്യുകയും തെറി വിളിക്കുകയും കമന്റുകൾ പാസ് ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷെ അതിലൊന്നും ഒരു കുഴപ്പമില്ല. കാരണം ഒരു എവേ ഫാനായിട്ട് നമ്മൾ ബാംഗ്ലൂർ ചെല്ലുമ്പോൾ ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഏറ്റവും വലിയ വിഷമം നമ്മുടെ ഈ മാനേജ്മെന്റ് ഇത്രയധികം ഫാൻസിനെ വെറും മണ്ടന്മാരാക്കുകയാണെന്നുള്ളതാണ്. നമ്മൾ ഫാൻസ് എല്ലാവരും ഈ ടീമിൽ ഇത്ര ഇൻവെസ്റ്റഡ് ആയി നിൽക്കുമ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റ് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഈ മാനേജ്മെന്റോ പ്ലെയേഴ്സോ ആരെങ്കിലും ഇതിനെക്കുറിച്ച് കെയർ ചെയ്യുന്നുണ്ടെന്ന്. കളി കഴിയുമ്പോൾ അവർ വന്ന് കൈയടിക്കും, നമ്മൾ 2 ചാൻഡ് ചെയ്യും, അവർ തിരിച്ച് ബസ്സിൽ കയറി പോകും. പക്ഷേ ഓരോ തോൽവിയും ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനിൽ ഉണ്ടാക്കുന്ന ആ ഒരു മുറിവ് അതിന്റെ ആഴം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഉറക്കം വരില്ല. പിന്നെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ആൾക്കാരെ എടുത്ത് പറയേണ്ടതുണ്ട്. അലോഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ നമ്മൾ ബാംഗ്ലൂർ വെച്ച് കണ്ടിരുന്നു. ആ തിക്കിന്റെയും തിരക്കിന്റെയും ഒക്കെ ഇടയിൽ പുള്ളി നമ്മളോട് ഒന്ന് സംസാരിച്ചു. ഈ ഒരു ട്രിപ്പിന്റെ ഒരു മെയിൻ ഹൈലൈറ്റും എനിക്ക് തോന്നുന്ന ആ ഒരു കോൺവെർസേഷൻ ആയിരുന്നു. കാരണം വ്ളോഗൊന്നും എടുക്കാൻ പറ്റാണ്ട് ഞാൻ ഭയങ്കര വിഷമിച്ചിരുന്നപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ബ്രോ വീഡിയോസ് ഒക്കെ ചെയ്യണം, കുറച്ച് വൈകിയായാലും കുഴപ്പമില്ല, ഞങ്ങൾ എന്തായാലും കാണും എന്നൊക്കെ. അപ്പോൾ അലോഷ്യസ് ബ്രോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. താങ്ക് യു. പിന്നെ ഗൗതം എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് എത്തുന്നതിന് മുമ്പ് വരെ വളരെ ആക്റ്റീവായിട്ട് കമന്റ് ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. ആൻഡ് അവൻ എൻ്റെ വീഡിയോയിൽ കമന്റ് ചെയ്യുന്നു, ബ്രോ അടുത്ത വർഷം ഞാനും ബ്രോവിൻ്റെ കൂടെ ബാംഗ്ലൂർ വരുമെന്ന്. എൻ്റെ പൊന്നു ഗൗതമേ, നിന്റെ കൂടെ പോകാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയാണ് നമ്മുടെ കളിയെങ്കിൽ അടുത്ത വർഷം കളി കാണാൻ ഞാനില്ല. എന്തായാലും ഇനി മോഹൻ ബഗാനായിട്ടാണ് അടുത്ത മത്സരം. അതിനു മുമ്പേ 5ഉം 3ഉം കാര്യങ്ങളൊന്നും ആയിട്ട് ഞാൻ വരുന്നില്ല. കളി ആദ്യം നടക്കട്ടെ, എന്നിട്ട് അതിൻ്റെ അഭിപ്രായം ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ മാനേജ്മെന്റിനെതിരെ നമുക്ക് എങ്ങനെ പ്രതിഷേധിക്കാം എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും യു പ്ലീസ് ടേക്ക് കെയർ, ബിക്കോസ് ഇറ്റ്സ് ടഫ് ബീങ് എ KBFC fan. Bye for now.